ഒമാനിൽ തീപിടിച്ച ബേക്കറിയിലുണ്ടായിരുന്ന 4 ഗ്യാസ് സിലിണ്ടറുകൾ കൃത്യസമയത്ത് പുറത്തെത്തിച്ചതിനാൽ നാട് തീഗോളമായില്ല. തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയാണെന്നതും ആശങ്കയേറ്റിയിരുന്നു. ഒമാൻ സ്വദേശി അബ്ദുള്ളയുടെ ബേക്കറിക്ക് തീപിടിച്ച് 15 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്ക്. കഴിഞ്ഞ ദിവസമാണ് ഓമാനൂർ സ്വദേശി വെണ്ണാംതൊടി അബ്ദുള്ളയുടെ ഉടമസ്ഥതയിലുള്ള ഓമാനൂർ പള്ളിപ്പുറായയിൽ പ്രവർത്തിക്കുന്ന ബേക്കറിക്ക് തീപിടിച്ചത്. എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സുൽത്താൻ ബേക്കറി കൂൾ ആൻഡ് കോഫി ബാറിനാണ് തീപിടിച്ചത്. പുലർച്ചെ 5:30 പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ വാഴക്കാട് പോലീസിലും മുക്കം ഫയർ സ്റ്റേഷനിലും വിവരമറിയിക്കുകയായിരുന്നു. കടയ്ക്കുള്ളിൽ 4 LPG സിലിണ്ടറുകളുണ്ടായിരുന്നുവെന്നതും റോഡിന് മറുവശം സ്വകാര്യ ആശുപത്രിയാണെന്നതും ആശങ്കയ്ക്കിടയാക്കി. എന്നാൽ മുക്കം അഗ്നിരക്ഷാസേനയുടെ സമയോചിതമായ ഇടപെടലിലൂടെ സിലിണ്ടറുകൾ സുരക്ഷിതമായി പുറത്തെത്തിച്ച് അപകടാവസ്ഥ ഒഴിവാക്കി. തുടർന്ന് 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണയ്ക്കാനായത്. സമീപ കടകളിലേക്ക് തീ പടരാതെ തടയാനായതും ഗ്യാസ് സിലിണ്ടറുകൾ സുരക്ഷിതമായി പുറത്തെത്തിച്ചതും വൻ ദുരന്തം ഒഴിവാകാനിടയാക്കി. സ്റ്റേഷൻ ഓഫീസർ M. അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ മുക്കം അഗ്നിരക്ഷാസേനയുടെ 3 യൂണിറ്റാണ് തീയണയ്ക്കാൻ പ്രവർത്തിച്ചത്. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കേരള വിഷൻ, കൊണ്ടോട്ടി.